അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫവല്ലാഹ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം ഇന്നി ലഉഹിബ്ബുല്ലാഹ വറസൂലഹു വഉഹിബ്ബു അബൂബക്കർ വഉമർ വഅർജു ഞാൻ പ്രതീക്ഷിക്കുകയാണ് എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ് റസൂലിനെ ഇഷ്ടമാണ് സിദ്ദീഖ് എന്നവരെ ഇഷ്ടമാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമാണ് എന്റെ പ്രതീക്ഷ അവരൊക്കെ പോകുന്ന സ്വർഗ്ഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് എത്താൻ കഴിയുമല്ലോ വഇല്ലം അമൽ ബിഅമാലിഹിം അവർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹം ഉണ്ടല്ലോ മതി അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ സുഹാബി 10 കൊല്ലം നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു സംഘത്തെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുക പടിഞ്ഞാറിനെ കൊടുത്തിരിക്കുക ഇഖ്ബാൽ അന്ന് പറഞ്ഞു അല്ലാഹു ലോകത്തെ ഭൂമിയെ 2 പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു വെസ്റ്റ് നീ എടുത്തോ ശൈത്താനെ എന്ന് പറഞ്ഞ് പിശാചിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ നേരെ മറിച്ചായി പോകുന്നുണ്ടോ എന്നാ സംശയം ഇപ്പൊ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് മാറാൻ പടിഞ്ഞാറ് തിന്മയൊക്കെ ചെയ്തങ്ങോട്ട് ബോറടിച്ചിട്ടേ തോന്നിവാസം ചെയ്തങ്ങോട്ട് ബോറടിച്ചിട്ട് അതിൻ്റെ അർത്ഥം തോന്നിവാസം കൊണ്ടങ്ങോട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരിക അങ്ങനെ നമ്മുടെ നാട്ടിൽ അമ്മേൻ്റെ അടുത്തൊക്കെ ഇവർ വരുന്നത് എന്തെങ്കിലും ആത്മീയത വല്ല അടുത്ത് കിട്ടാനുണ്ടോ നോക്കിയിട്ട് അതിന്റെ ഹക്കും ഭാഗത്തും തിരിഞ്ഞിട്ടല്ല അങ്ങോട്ട് വരികയാണ് എന്ത് തോന്നിവാസം ചെയ്തങ്ങ് മടുത്തു ഇനി എന്ത് ചെയ്യും البر لا ينسى والإثم لا يبلى والديان لا ينام يعمل كما شئت كما تدين تدان നീ ചെയ്യുന്ന നന്മ മറന്നു പോകുന്നില്ല നീ ചെയ്യുന്ന തിന്മയും മായ്ക്കപ്പെടുന്നില്ല അല്ലാഹു ഉറങ്ങുകയല്ല നീ വേണ്ട പോലെ ജീവിച്ചോ നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത് എന്തൊരു ഭയങ്കരമായ ഹദീസ് അല്ലാഹുവേ ഈ തിന്മയുടെ കുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു റബ്ബനാ അല്ലാഹുവേ ഹബ് ലനാ മിൻ അസ്വാജിനാ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും വദുർരിയാതിനാ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരേണമേ ഖുർറത അയുനിൻ കണ്ണിന്റെ കുളിർമ തരേണമേ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവരാക്കി ഞങ്ങളെ മാറ്റി തരേണമേ ഇത് ദുആ ചെയ്യുന്നവർ വഇബാദുർ റഹ്മാൻ കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് അല്ലാഹു സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്ന അല്ലാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ ഈ ദുആ പഠിച്ചു വെക്കണം മുഅ്മിനേ ഇന്നത്തെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കും ഈ ദുആ എങ്കിലും പഠിച്ചു വെക്കുക ഇത് ചോദിച്ചു വാങ്ങ് എന്തേ ജീവിക്കുന്ന ലോകം അതാണ് തിന്മയുടെ അതിപ്രസരത്തിനുള്ളിൽ തിന്മയുടെ കൂമ്പാരത്തിനുള്ളിലൂടെയാണ് നടക്കുന്നത് എവിടെയും തിന്മ വേണ്ടാത്തരം പറയുന്ന മനുഷ്യന്മാരെ കിട്ടുന്നുള്ളൂ മഹാനായ സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു ലയഅതി അലന്നാസി സമാൻ ജനങ്ങൾക്കൊരു കാലഘട്ടം വരും തകൂനു ഹമ്മതു അഹദിഹിം ഫീഹി ബത്നു വദീനുഹു ഹവാ ഒരു കാലഘട്ടം വരും അന്ന് ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട മെയിൻ ഒബ്ജക്റ്റീവ് ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കാൻ ഇതൊരു പണിയാക്കി കൊണ്ടു നടക്കുന്നവരായിരുന്നു പിന്നെ അവരുടെ ദീനെന്താ എന്താ റിലീജിയൻ they belong to hawa nafs എന്ന് പറഞ്ഞ bodily caprices and passions നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ അതന്നെ എന്റെ ദീന് അത് ഉസ്താദ് പറഞ്ഞാലും ഞാൻ കേൾക്കൂല എന്റെ വാപ്പ പറഞ്ഞാലും കേൾക്കൂല പണ്ഡിതന്മാര് പറഞ്ഞാലും കേൾക്കൂല എനിക്ക് തോന്നണത് ഞാൻ ചെയ്യും ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു തആല ചുരുക്കി പറഞ്ഞ തിന്നാനുള്ള ഏർപ്പാടിനെന്ന് ഭയങ്കര എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ആണ് ഇപ്പൊ നടത്തുന്നത് തിന്നോളൂ നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നാ പിന്നെ അടുത്ത വസിയത്ത് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ തീറ്റിപ്പിക്കുക ഇതിന്റെ പരിപാടി തിന്നാൻ വേണ്ടി ജീവിക്കുക ആലോചിച്ചു നോക്കി കാലം പോയൊരു പോക്ക് തിന്നാന്ന് പറഞ്ഞ വലിയ പണിയാണ് ജീവിക്കാൻ വേണ്ടി തിന്നണം അല്ലെ പേർഷ്യൻ അർത്ഥമാക്കി അങ്ങനെ ജീവിക്കാൻ വേണ്ടി തിന്നണം തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ് ജീവിക്കാൻ ആവശ്യമായത് തിന്നു കഴിഞ്ഞ് തടി വണ്ണ പിന്നെയും കുക്കറി ഷോനെ മുമ്പിൽ നടത്തുന്നത് സുബ്ഹാൻ എന്തേലും അർത്ഥം ഞാൻ ജീവിക്കണം ഇതിന് തന്നെയാണ് തിന്നാൻ വേണ്ടി നടക്കുക ആകെ പണി അതാ പിന്നെ വദീനുഹു ഹവാ ഹദീസല്ലേ സഫ്വാൻ ഇബ്നു സുലൈം എന്ന മഹാനായ താബിഈ മഹാനപ്പെട്ടവർ പറയാം അവന്റെ ദീൻ എന്ന് പറയുന്നത് ഹവാ എന്റെ ശരീരത്തിന് ഇഷ്ടം എന്താണോ അതന്നെ
അത് തെളിച്ചിട്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും. ഇതാണ് ഇപ്പൊ മക്കൾ പറയണ വാക്ക്. പ്ലസ് ടു ഒക്കെ എത്തിയ കുട്ടികളോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയാണ്. മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി, വാപ്പാക്ക് പേടി. പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി. പിന്നെ എന്തിനാ വാപ്പ അമ്മ എന്ന് പറഞ്ഞു ഉപ്പാട്ടിരിക്കണത്? അവരോട് പറയാൻ പേടി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോട്. ആരായി കുഞ്ഞിനെ പ്രസവിച്ചത്? ആരായി കുഞ്ഞിനെ വളർത്തിയത്? അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ? പിന്നെ ഇത് മക്കളാണോ? ഇത് മക്കളെ വിരലിന് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണം എന്നാണ്. വിരലിന് പിടിക്കാൻ പറ്റുന്ന ഒരു കാലമുണ്ട് മക്കൾക്ക്. വിരലിന് പിടിച്ചാൽ കിട്ടുന്ന കാലം ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ, പിന്നെ ഓല കിട്ടൂല. അന്ന് പറഞ്ഞ വരയിൽ നിർത്താൻ അവരെ മാതാപിതാക്കളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ, പിന്നെ ഈ മക്കളൊക്കെ കയ്യിൽ നിന്ന് ചാടി പോകും. എന്റെ ഇഷ്ടതാണ്, എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ. ഇതല്ലേ യുവതലമുറ എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം. എന്തിപ്പോ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട്? എന്നാ കള്ളുടിക്കും. ഇപ്പൊ തോന്നണത് വ്യഭിചരിക്കാൻ. എന്നാ പോവാ, നമ്മൾ ബൈക്ക് എടുത്തിട്ട് അത് എവിടെയുള്ളത്? പോവാ. ഇപ്പൊ തോന്നണത് നമ്മൾ ആ പുതിയ ഫിലിം അതും ഒന്ന് കാണാം. ഇപ്പൊ തോന്നണത് നമ്മള് ബേക്കൽ ഫോർട്ട് പോയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് കുപ്പിയൊക്കെ ഒന്ന് പൊട്ടിക്കുക. എന്നാ പിന്നെ അത് ചെയ്യാ. എന്താ തോന്നണത് അത് ചെയ്യാ. അപ്പൊ പിന്നെ വണ്ടി റെഡി, ബൈക്ക് റെഡി, പൈസ റെഡി, എല്ലാം റെഡി. അപ്പൊ എന്താ ഇവന്റെ ദീൻ? ആര് പറഞ്ഞത് അപ്പൊ കേൾക്കണത്? ആര് പറഞ്ഞത് കേട്ടു? ശരീരം പറയുന്നത്. ഇതിനാണ് ഹവ എന്ന് അറബിയിൽ പറയാം. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. എന്തൊരു മനോഹരം. وأما من ഏതൊരുത്തനാണോ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് പേടിക്കുകയും നാളെ അല്ലാഹുവിന്റെ അടുത്ത് എത്തൂലേ. വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ. ശരീരത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവർ, അല്ലാഹുവിനെ ഓർത്തവർ. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവർക്ക് പോകാനുള്ള സ്ഥലം സ്വർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അങ്ങോട്ട് എത്തിക്കുമാറാകട്ടെ. എന്താണ് ഇഷ്ടം അത് ചെയ്യുക, അതല്ല ചെയ്യേണ്ടത്. ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ, നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാ. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ്, സ്കൂളിൽ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ്, അവരെന്താ പറയാ, ആകെ ചോദിക്കുന്നത്, ഉമ്മി ബാപ്പി ചോദിക്കണത്, ആർ യു ഹാപ്പി? യാ ഐ ആം ഹാപ്പി. ആർ യു സേഫ്? യെസ് ഐ ആം സേഫ്. Is it your decision? Yes, I did it. Yeah, I chose it. All right. Up to. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് നിനക്ക് ഇഷ്ടായോ? അല്ലേ? നീ സുരക്ഷിതനാണോ, സുരക്ഷിതയാണോ? ഇത് നിന്റെ ഇഷ്ടമാണോ? എന്റെ ഇഷ്ടം. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് വാപ്പാര് പറഞ്ഞു കൊടുക്കുന്നത്. ചെയ്യുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമായോ? ഇത് ചിന്തിക്കണില്ല. തടിക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ട്. നമുക്ക് പോയി ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള കൈയൊക്കെ ഇങ്ങനെ എന്തൊരു അന്തസ്സിലായിരിക്കണത്. ആർക്കവിടെ ആഗ്രഹം? അടുത്തിരിക്കുന്ന ആൾക്ക് 3-2 അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരാരാ? നമ്മൾ അടിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് അടിക്കണില്ല? കൈയൊക്കെ ഒന്ന് നീട്ടാൻ, ഊര് വലിയുമ്പോ മറ്റവന്റെ മുഖത്തേക്കൊന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ? എന്തിപ്പോ ചെയ്യാത്തത്? നടക്കൂല. അള്ളാന്റെ അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെന്തേ മനസ്സിലാക്കാത്തത്? ഇത്രയുള്ള വിഷയം. തടിനെ നീ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ, അല്ലേ? നല്ലൊരു സഭയിലാവുമ്പോ നീ എന്തൊരു നല്ല ആളാണ്. പിന്നെ എന്തേ ഒരു പെണ്ണങ്ങ ഒരു മെസ്സേജ് വിട്ടപ്പോഴേക്കും നീ എന്തെങ്കിലും ഇറങ്ങിപ്പോയത്? എന്ത് നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ? എന്തേ ഇപ്പൊ സംഭവിച്ചത്? ആരും കാണില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ? ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ. യാ അല്ലാഹ്. മനുഷ്യൻ വളരെ ദുർബലനാണെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം, നല്ല ചെറുപ്പക്കാർ, നല്ല ഈമാനുള്ളവർ, പക്ഷേ ഒരു പെണ്ണ് ഹറാമിലേക്ക് ക്ഷണിച്ച ഒരു കാണാൻ ഭംഗിയിൽ പെണ്ണോ നടന്നു പോവുകയോ ചെയ്താൽ ഇവനങ്ങനെ നോക്കി നിൽക്കുക, ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ. എന്നിട്ട് ഇവന് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഹറാമല്ലേ? അതെ. ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും ഹറാമായിട്ട് അവനിൽ റെക്കോർഡ് ചെയ്യപ്പെടല്ലേ? എന്നിട്ട് പക്ഷെ ഇവന് നിർത്താൻ പറ്റുന്നില്ല. തനിക്ക് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത്. അസ്മഈ എന്നവർ വലിയ നഹവി പണ്ഡിതനാണ്, നഹവിസ്റ്റ് എന്ന് പറയും.
ഗ്രമേറിയൻ, റിട്ടോറിക് സ്കോളർ, വ്യാകരണ ശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് അസ്മഈ. ഒരുപാട് യാത്ര ചെയ്ത ആളാ. അദ്ദേഹം പറയും, ഞാൻ ഒരു അറാബിയെ കണ്ടു, കണ്ണിങ്ങനെ ചെമന്ന് തുടുത്തിട്ട് കണ്ണിന്ന് വെള്ളം അങ്ങനെ വരുന്നുണ്ട്, ചെങ്കണ്ണ് പിടിച്ചതാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ കണ്ണൊന്ന് തുടച്ചൂടെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത്. തിന്നാൻ എന്തേലും ഞാൻ കൊണ്ടുവരട്ടെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത്. അറാബി പറഞ്ഞു കൊടുക്കുക, അസ്മഈ ഡോക്ടർ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുന്ന നമ്മൾ അല്ലേ? അല്ലാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും. അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയണില്ലേ, അത് നമ്മൾ ദുന്യാവിൽ ഇവിടെ കാണുന്ന സംഗതിയല്ലേ? ഡോക്ടർ പറഞ്ഞു തുടരുത്, തൊടുന്നില്ല. ഡോക്ടർ പറഞ്ഞു ബിരിയാണി കഴിക്കരുത്, പിന്നെ തൊടുന്നില്ല. ഡോക്ടർ പറഞ്ഞു റെഡ് മീറ്റ്സ്, ഇറച്ചിയും ഇതൊക്കെ ഒഴിവാക്കണം, അപ്പൊ നമ്മൾ ഒഴിവാക്കി. പടച്ച റബ്ബേ, ഡോക്ടർ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളുടി നിർത്തും ചെയ്യും ചെറുപ്പക്കാരെ അല്ലേ? ഡോക്ടർ പറഞ്ഞ് അടിച്ചു പോകട്ടോ, എന്നിട്ട് കാര്യം പറ്റ പോക്കാണ്, ലിവറൊക്കെ പോയിട്ടുണ്ട്, കിഡ്നിയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും. ഉലമാ പറയാം, തൗബ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. അപ്പൊരാൾ ചോദിച്ചു, അല്ല അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബയുണ്ടോ? അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബ ഉണ്ടോ? തൗബ അള്ളാഹ്ക്ക് തന്നെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അള്ളാഹ്ക്കല്ലാത്ത തൗബ ഉണ്ടാവും. എങ്ങനെ? ഈ കേസില് സിസർ വലിച്ച് ആകവൻ ചെയിൻ സ്മോക്കറും ചെയിൻ്റെ സ്റ്റെയിനും ഒക്കെ ആയിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു, ഇതിങ്ങ് നിർത്തിയിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ്. അപ്പൊ നിർത്തി. തൗബ ചെയ്തു, ഇനി ഞാൻ തുടരലട്ട, ഞാനത് ഇന്നലെ രാത്രി എനിക്കൊരു തോന്നിയിട്ടുണ്ടായത്, ഞാൻ നിർത്തി. ഈ നിർത്തിയത് എന്തിനാ? ഈ തൗബ എന്താ? തടി പോകുന്നു പറഞ്ഞപ്പോഴുള്ള തൗബയാണ്, അതല്ല തൗബ. കുടിച്ച് മതിമറന്നു പോയി മരിച്ചു പോണോലെത്ര, അറ്റാക്കാവുന്നവരെത്ര, മൂലൊക്കെ കിടക്കുന്നവരെത്ര. ഡോക്ടർ പറഞ്ഞു, ഇനി കുടിച്ചാൽ ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്യ പോലുമില്ല. അങ്ങനത്തെ നല്ല ഡോക്ടർമാരുണ്ട് അല്ലേ? അപ്പൊ നിർത്തും. ഇനി ഞാൻ കുടിക്കൂലോട്ടോ, പടച്ചോനെ ഞാൻ നിർത്തി. എന്റെ പേര് നിർത്തിയത് തൗബയാണോ? ഇത് തൗബല്ല, ഇത് നിന്റെ തടിക്ക് വേണ്ടി നീ നിർത്തിയതാ.